പല്ലുവേദനയായിട്ട് വരുന്ന മിക്കവരും പറയുന്ന കാര്യമാണ്, ഡോക്ടറെ പകലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, രാത്രിയായപ്പോൾ സഹിക്കാൻ പറ്റാത്ത പല്ലുവേദനയായിരുന്നു എന്നുള്ളത്. രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ആ ലൈ ഡൗൺ പൊസിഷനിൽ നമ്മുടെ ഹെഡിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ തലയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇൻഫെക്റ്റഡ് ടൂത്തിലോട്ട് പ്രഷർ കൂടും. ആൻഡ് പ്രഷർ കൂടുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നതാണ് ഏറ്റവും മെയിൻ റീസൺ. പകലൊക്കെ നമ്മൾ ഒരുപാട് പണിയൊക്കെ എടുത്തിട്ട് അതിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. ഈ വേദനയെ പറ്റി ആലോചിക്കാൻ വലിയ സമയം ഉണ്ടാവില്ല. പക്ഷെ രാത്രി ആകുമ്പോൾ ബാക്കി എല്ലാം കാം ഡൗൺ ചെയ്യും. നമ്മുടെ ബ്രെയിനിൻ്റെ ഏക ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടൂത്ത് പെയിനിലായിരിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് തോന്നുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു എമർജൻസി ആയിട്ട് രാത്രി പല്ലുവേദനയൊക്കെ വന്നാൽ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഉപ്പ് വെള്ളത്തിൽ വായ കഴുകുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ കോൾഡ് കംപ്രസസ് വെച്ച് കൊടുക്കുക. പുറത്ത് ടൂത്തിൻ്റെ പുറത്ത് ചെറിയ തുണിയിലോ എന്തിലെങ്കിലും ഐസൊക്കെ റാപ്പ് ചെയ്തിട്ട് കോൾഡ് കംപ്രസസ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കിടന്നുറങ്ങുമ്പോൾ തല ഒരു എലിവേറ്റഡ് പൊസിഷനിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ആ ഒരു ടൂത്തിലോട്ടുള്ള പ്രഷർ കുറയ്ക്കാൻ അത് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു നമ്പിങ് ജെൽ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതൊരു കോട്ടണിലാക്കിയിട്ട് കടിച്ചു വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലോവ് ഓയിലോ അല്ലെങ്കിൽ ഈവൻ ഗ്രാമ്പു പോലത്തെ ആ ഒരു സാധനം, ഒരു ഗ്രാമ്പു എടുത്തിട്ട് ആ പല്ലിൽ കടിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ ക്ലോവ് ഓയിലും ഗ്രാമ്പും ഒക്കെ നാച്ചുറലി ഒരു അനസ്തെറ്റിക് ഏജൻ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇങ്ങനെ ഒരു മിഡ് നൈറ്റ് എമർജൻസി ആയിട്ട് ടൂത്ത് ഏക്ക് വരാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.